ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു സ്ഥലം മാത്രമേ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് വൈബ് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. कदम बढ़ा ले, हदों को मिटा ले, आजा खाली पल में पी का घर तेरा, तेरे बिन खाली आजा खाली पल में, तेरे बिन खाली आजा खाली पल में. रंग रेजा, रंग रेजा, रंग रेजा, ओ रंग रेजा. कुन फाया कुन, कुन फाया कुन, फाया कुन, फाया कुन, फाया कुन, फाया कुन. कुन फाया कुन, कुन फाया कुन, फाया कुन, फाया कुन, फाया कुन, फाया कुन. जब कहीं पे कुछ नहीं भी नहीं था, वही था, वही था, वही था, वही था. जब कहीं पे कुछ नहीं भी नहीं था, वही था, वही था, वही था, वही था. वो जो मुझ में समाया, वो जो तुझ में समाया, मौला वही वही माया. वो जो मुझ में समाया, वो जो तुझ में समाया, मौला वही वही माया. कुन फाया कुन, कुन फाया कुन, सदक़ल्लाहुल अलीयुल अज़ीम. സോ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ജമാ മസ്ജിദാണ്. ഇത് ഓൾഡ് ഡൽഹിയിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ വിച്ച് വാസ് ബിൽഡ് ബൈ ഷാജഹാൻ ഇൻ 1656. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഫേമസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചാന്ദിനി ചോക്ക് കേട്ടിട്ടുണ്ടാവും, വിച്ച് ഈസ് ഫേമസ് ഫോർ വെഡിങ് ഷോപ്പിംഗ്. പിന്നെ ഫുഡിന് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ കിട്ടുന്ന കുറേ സിഗ്നേച്ചർ ഡിഷസ് നമുക്കൊരിക്കലും ഈ ഒരു സ്ട്രീറ്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ആൻഡ് ഇതാണ് ശരിക്കുമുള്ള ഡൽഹി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇവിടെയാണ് റെഡ് ഫോർട്ടും പിന്നെ പണ്ട് മുതലേ ഉള്ള സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ബാക്കി സ്ഥലങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായി വന്നതാണ്. സോ നമ്മളിന്ന് വന്നേക്കുന്നത് ഈ അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന ചിക്കൻ കഴിക്കാനാണ്. ഇതാണ് ഹാജി മുഹമ്മദ് ഹുസൈൻ റെസ്റ്റോറൻറ്റ്. ഇത് ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിവിടെ 4ാമത്തെ തവണയാണ് വരുന്നത്. കാരണം ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല. 1951 തൊട്ടിട്ട് ഈ അപ്പൂപ്പനാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് സീറ്റ് ഒപ്പിച്ചെടുത്തു. ഞങ്ങൾ ഹാഫ് ചിക്കൻ ഫ്രൈയും റുമാലി റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചട്നിയാണ്. ഈ ചട്നിയും ചിക്കനും റുമാലി റൊട്ടിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഡൽഹിയിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പതുക്കെ നടന്നു. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അസ്ലം ടിക്ക, ഖുറേഷി കബാബ്, കരിംസ്, ഇതെല്ലാം ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിഷസ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് അഫ്ഗാനി സമൂസ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ല രീതിക്ക് ഷവർമ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും ട്രൈ ചെയ്തു. ഭയങ്കര ജ്യൂസി ഷവർമയായിരുന്നു.
ഇതാണ് ഷാഹി തുക്ര. ഇത് മുഗൾ ഡൈനാസ്റ്റി തൊട്ടേ ഉള്ളൊരു കൈൻഡ് ഓഫ് ബ്രെഡ് പുഡിംഗ് ആണ്. ഇതവർ നല്ല ചൂടോടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതും ഇവിടെ മാത്രമേ ഒത്തൻറ്റിക് ഫോമിൽ കിട്ടുള്ളൂ. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മൊഹബത്ത് കാ ഷർബത്ത്. ഇത് ഒരുപാട് സ്ഥലത്ത് കിട്ടും, പക്ഷേ ശരിക്കുള്ള സംഭവം കുടിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ജസ്റ്റ് പാലും റൂ അഫ്സയും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്തിടുന്നതേ ഉള്ളൂ. പക്ഷേ ഇതും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഡേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സൈക്കിൾ റിക്ഷയൊക്കെ എടുത്തിട്ട് തിരിക്കുവാണ്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. ഇഫ് യു ഡിഡ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.